ഒരു നാളും സമ്മതിക്കത്തില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്നവൻ, ലോകത്ത് വിദ്യാഭ്യാസമുള്ളവൻ പരാജയപ്പെടും, സമ്പത്തുള്ളവൻ പരാജയപ്പെടും, വലിയ അനുഭവ പരിചയമുള്ളവൻ പരാജയപ്പെടും. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, ആ വലിയ വിശ്വസ്തനായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഒരു രാജാവ് തന്റെ സഹഭൃത്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മറ്റാരുമല്ല, പേർഷ്യൻ രാജാവായ അർത്തകസ്റ്റ് രാജാവ് തന്റെ പാനപാത്രവാഹനായിരുന്ന നെഹമ്യാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാജാവിന്റെ മുമ്പാകെ ഒരു ചോദ്യം രാജാവിൽ നിന്ന് ലഭിക്കേണ്ടതിന് ഇത് വെറുതെ ചോദിച്ച ചോദ്യമല്ല, മറിച്ച് വളരെ നാളത്തെ പ്രാർത്ഥനയുടെ മറുപടിയാണ് രാജാവ് നെഹമ്യാവിനോട് ചോദിച്ച ചോദ്യം. ഹല്ലേലൂയ. വെറുതെ രാജാവിനോട് ചോദിക്കുന്ന ചോദ്യമല്ല, വളരെ ഏകദേശം 4 മാസമായി ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധി കാത്തിരുന്നതിന്റെ മറുപടിയാണ് നെഹമ്യാവിന് രാജാവിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാത്തിരിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും, കരയാൻ കഴിയും. പക്ഷേ കാത്തിരിക്കുന്നാൽ മാത്രമേ ദൈവം അതാതിന്റെ സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. കാത്തിരിക്കുക. നെഹമ്യാവിന്റെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നെഹമ്യാവിന്റെ പിതാവിന്റെ പേര് ഹക്കല്യാവ് എന്ന. ഹക്കല്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവെന്നാണ്. തന്റെ പിതാവ് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ഹല്ലേലൂയ, തന്റെ തലമുറകളും ദൈവസന്നിധി കാത്തിരിക്കത്തക്കവണ്ണം ഒരു ദൈവകൃപ ലഭിച്ചു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുവാൻ കഴിയും. ഒരു പിതാവ് ദൈവസന്നിധി കാത്തിരുന്നപ്പോൾ ഹല്ലേലൂയ, പിതാവിന് ചെയ്യാത്ത കാര്യം തന്റെ തലമുറയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നാണ് നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ പ്രാരംഭമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിനായി കാത്തിരിക്കുക. ദൈവത്തിന്റെ വേദശാസ്ത്രജ്ഞനായ സ്പർജനോട് ഒരിക്കൽ ഒരു വേദവിദ്യാർത്ഥി ചോദിച്ചു, സ്പർജ, ഈ വേദവസ്തുത്തെ മൊത്തത്തിൽ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ഒരു വാക്കിൽ അതിനെ കൊണ്ട് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ അത് ഏത് വാക്കായിരിക്കും നിങ്ങൾ പറയുന്നത്, ഏത് പദമാണ് നിങ്ങൾ ഉച്ചരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സ്പർജൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിനായി കാത്തിരിക്കുക. കാത്തിരിക്കുക എന്നുള്ള ഒറ്റ വാക്കാണ് സ്പർജൻ പറഞ്ഞത്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് പറഞ്ഞു, ദൈവമക്കളെ, ദൈവസന്നിധി നിങ്ങളുടെ പ്രാർത്ഥനകൾ വിലയേറിയതാണ്. ദൈവസന്നിധി നിങ്ങൾ ഇരിക്കുന്നത് വെറുതാവല്ല. ദൈവത്തിനായി കാത്തിരുന്നു കഴിഞ്ഞാൽ ദൈവം തന്റെ കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചോദിക്കുകയാണ്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? രാജാവ് ചോദിക്കുക, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നമുക്കറിയാം നമ്മുടെ മുഖമൊക്കെ വാടിയിരിക്കുവാനുള്ള കാരണം എന്താണ്. ഇന്ന് പകൽക്കാലം മുഖം സന്തോഷിക്കുന്നവരുണ്ട്. ഈ വചനം കേൾക്കുന്ന മുഖം വാടി ഇല്ലെങ്കിൽ ഹൃദയത്തിൽ തകർച്ചയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. ഇതിനെല്ലാം ഓരോ റീസൺ ഉണ്ട്. രാജാവ് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും രാജാവിന്റെ മുഖം കാണുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ ദിവസവും മുഖം കാണുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് ഒരു വ്യത്യാസം വന്നപ്പോൾ ഒരു ജാതീയ രാജാവ് തന്റെ ഭൃത്യനോട്, നിന്റെ മുഖത്തിന്റെ സ്ഥിതി എന്താണ്, നിനക്ക് ധീരമില്ലോ എന്ന് ചോദിച്ചറിയുവാൻ തക്കവണ്ണം ഒരു കൃപ രാജാവിന് ലഭിച്ചെങ്കിൽ നാം സേവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, എല്ലാ ദിവസവും അവന്റെ മുഖം കാണുന്ന പ്രിയ ദൈവവൈതലേ, ദൈവദാസ, നിന്റെ ജീവിതത്തിന്റെ വിഷയങ്ങളിൽ അവൻ എത്ര അധികമായി കാണുന്നുണ്ട്, എത്ര അധികമായി പ്രവർത്തിപ്പാൻ അവൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. നമ്മുടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതൊന്നും വെറുതാവല്ല. നമ്മൾ മുഖം പാടിയിരിക്കുന്നത്, എനിക്ക് മുഖം പാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമായിരിക്കാം. ഇല്ലെങ്കിൽ ഞാനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചെക്കപ്പിന് ശേഷം റിസൾട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? മുഖം പാടിയിരിക്കും ചില സമയങ്ങളൊക്കെ. അതൊക്കെ വലിയ ചരിത്രം. അതിനോട് പോയി പറഞ്ഞാൽ ഇപ്പൊ സമയമൊന്നും കിട്ടത്തില്ല. ഒരു ദിവസം മെഡിക്കൽ മാതാവ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് പെട്ടെന്ന് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടറിന്റെ മുഖമല്ല അപ്പടി അങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ കടന്നുപോയി. ഈ റിസൾട്ട് ഭാര്യയിലോട്ട് കൊടുത്തപ്പോൾ ഭാര്യ കരയുന്ന കണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സംഭവം എന്തോ വലിയ പെശകാന്ന്. അത് കഴിഞ്ഞേരം ആണ് ഡോക്ടർ പറഞ്ഞത്
2 കിഡ്നി നിങ്ങളുടെ പോയിരിക്കുക എന്ന് പറയും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവം കഴിഞ്ഞ 9 വർഷക്കാലം ദൈവം സൂക്ഷിച്ചു, അത് വേറെ കാര്യം. ഇപ്പൊ ചില വിഷയങ്ങൾ, എന്റെ വിഷയങ്ങൾ വരുമ്പോഴാണ് നാം മുഖം പാടുന്നത്. എന്റെ മക്കളുടെ വിഷയം വരുമ്പോഴാണ് നമ്മുടെ മുഖം പാടുന്നത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, നമുക്ക് ജോലി ലഭിക്കാതിരിക്കുമ്പോൾ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ഇപ്പൊ വ്യക്തിപരമായ വിഷയങ്ങളിലാണ് മുഖം പാടുന്നെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും നെഹമ്യാവിന്റെ ജീവിതത്തിൽ മുഖം പാടിയിരിക്കുന്നത് വ്യക്തിപരമായ വിഷയമല്ല, അവന്റെ ജോലിയോടുള്ള ബന്ധത്തിലല്ല, തന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല, തന്റെ തലമുറയുടെ വിഷയമല്ല, മറിച്ച് ജെറുസലേമിനെ ഓർക്കുമ്പോഴാണ്, ജെറുസലേമിന്റെ ഇന്നത്തെ അവസ്ഥയെ ഓർക്കുമ്പോഴാണ് നെഹമ്യാവിന്റെ മുഖം വാടുന്നതെന്ന് വാടിക്കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നെഹമ്യാവിന്റെ ഹൃദയത്തിൽ മുഴുവനും ജെറുസലേമായിരുന്നു. ദൈവമക്കളെ, ഇന്ന് പോയി പറയട്ടെ, ശൂശൻ രാജസന്നിധിയിൽ സകലവിധ മഹത്വത്തോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ, പേർഷ്യൻ സാമ്രാജ്യത്തിന് ഒന്നും തന്റെ ഹൃദയത്തിൽ കേറിയിട്ടില്ല. ഹൃദയത്തിൽ ജെറുസലേമും ജെറുസലേമിലെ ദൈവമക്കളും ജെറുസലേമിലെ ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവം അവന് പകർന്നു കൊടുത്ത ദൈവികമായിട്ടുള്ള ന്യായപ്രമാണമാണ് നെഹമ്യാവിന്റെ ഹൃദയത്തിൽ തിളയ്ക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പലരും അവസാനമായി 1-2 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ശ്രദ്ധിച്ചു. ബാക്കി മുഴുവനും ഹല്ലേലൂയ നാം ദൈവം നമ്മളെ പരമേൽപ്പിച്ച ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ചെയ്തു. ദൈവമക്കളെ, അതിന് തീർച്ചയായിട്ടും ഒരു പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നെഹമ്യാവ് പ്രാർത്ഥിച്ച നെഹമ്യാവിന് വേണ്ടിയല്ല. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്, നെഹമ്യാവ് ഇടപെടുന്നത് ജെറുസലേമിനെ കുറിച്ചാണ്. ഹൃദയം മുഴുവനും അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒരു കാര്യം അകത്ത് കയറുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ ലോകത്താണ് ജീവിക്കുന്നെങ്കിലും, ഇന്ത്യയിലാ ജീവിക്കുന്നെങ്കിലും, വിദേശ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നെങ്കിലും, സകലവിധ സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നെങ്കിലും, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ലോകം കയറുവാൻ, ലോകത്തിന്റെ ഇഷ്ടം കയറുവാൻ നാം അനുവദിക്കാതെ വണ്ണം നമ്മെ ദൈവം പരമേൽപ്പിച്ച വിശ്വാസത്തിനും നമ്മെ ദൈവം പരമേൽപ്പിച്ച സമൂഹത്തിനു വേണ്ടിയും ദേശത്തിനു വേണ്ടി നാം ഇടവിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ തേടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്ന ബൈബിളിൽ. ഹല്ലേലൂയ. വ്യക്തിപരമായ വിഷയത്തെ അല്ല മുൻഗണന കൊടുത്തത്, ആത്മീയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന്റെ ആ ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്, ഇതിന് നിനക്ക് മുഖം പാടിക്കുന്നത്, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ജീവിതത്തെ ദൈവമക്കളെ, ഒരു വ്യക്തി, ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ചോദിക്കാൻ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഹല്ലേലൂയ, പണ്ടും പ്രശ്നമുണ്ടായിരുന്നു, ഇന്നും പ്രശ്നമുണ്ട്, നാളെയും പ്രശ്നം കാണും. എന്നാൽ പണ്ടത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഞെരുക്കത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഒരു കൂട്ടരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കുവാൻ കാരണം. ഇന്ന് നമ്മുടെ സഭകളിൽ സ്നാനം നടക്കുന്നില്ല എന്നുള്ള കാര്യം ദേവദാസനോട് ഓർപ്പിച്ചപ്പോൾ എന്തുകൊണ്ടെന്നുള്ള കാര്യം നാം സ്വയം വിലയിരുത്തണം. ഇന്ന് പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. നമ്മൾ കൂടുതൽ ഹല്ലേലൂയ നമ്മളെ തന്നെ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. നമ്മളെ ഏൽപ്പിച്ച സമൂഹത്തിന് വേണ്ടി കരയുവാനോ, നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ രാജ്യത്തിന് വേണ്ടി കരയുവാനോ ഒന്നും ഇന്നത്തെ നമുക്ക് കഴിയുന്നില്ല. ആശ്വസിപ്പിക്കുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വളരെ പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ആ തക്ക സമയത്ത് ആശ്വസിപ്പിക്കുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പല ആത്മഹത്യകളും രാജ്യത്ത് നിന്ന് മാറിപ്പോവാൻ എന്ത് ചെയ്യും, ഇടയായി തീരുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ 2001 വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പലവിധമായി, അന്ന് എന്റെ വയസ്സ് 25-ാമത്തെ വയസ്സിലാണ്. 25-ാമത്തെ വയസ്സിൽ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ. അത് സാമ്പത്തികമായ വിഷയമല്ല, പലവിധമായ വിഷയങ്ങളാൽ ആ ചെറുപ്പക്കാരനെ ഞാൻ അന്ന് തകർന്ന് ഹൃദയത്തിൽ ഒരു ഹല്ലേലൂയ ചിതറിക്കിടക്കുകയാണ്. ഞാൻ ഉടഞ്ഞ പാത്രം പോലെ ഇരിക്കുന്ന ആ സമയത്ത് ഈ വിഷയങ്ങളെ ഷെയർ ചെയ്യുവാൻ ഞാൻ അന്വേഷിച്ചിട്ട് ഒരു വ്യക്തിയും കണ്ടില്ല. ആരോടായി കാര്യങ്ങൾ പറയുന്നത്? നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ള മനുഷ്യർ അതിനെ എന്ത് ചെയ്യും, തെറ്റായി ചിത്രീകരിക്കും. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അന്ന് എന്റെ കടയിൽ ഒരു പെന്തക്കോസ്തുകാരൻ, ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു. ഞാൻ ഫിലിപ്പ് എന്നാണ് അദ്ദേഹം ഇന്ന് ചർച്ചകൂടിലെ പാസ്റ്ററാണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഫിലിപ്പേ,
എന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളാണ്. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഉള്ളിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ, ജീവൻ ഒടുക്കുവാൻ വേണ്ടി എന്റെ ഹൃദയത്തിൽ ഏകദേശം ഉറപ്പിച്ചിരിക്കുക. എനിക്കറിയാം, അന്ന് ഞാൻ കടന്നു പോകുന്ന മതത്തിന്, പള്ളിക്ക്, യാക്കോബക്കാരനായിരുന്നു ഞാൻ, എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ അതിനകത്ത് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ തകർന്ന ഈ മനുഷ്യനോട് ചോദിച്ചു, എന്നാൽ ഒരു കാര്യം, നിങ്ങളുടെ പള്ളിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ പോകുന്നില്ല, എന്നാൽ ഒരു പെന്തക്കോസ്ത് ആരാധനയിൽ കടന്നു പോകാൻ പറഞ്ഞു. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ ഒരു പെന്തക്കോസ്ത് ആരാധനയിലേക്ക് കടന്നു പോയപ്പോഴാണ് അവിടെ ചെന്ന് തകർന്നൊന്നുറങ്ങിയിരുന്ന് ഞാൻ അവിടെ ചെന്നു. എന്നാൽ വചന ശുശ്രൂഷ കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞു വന്നപ്പോൾ തിരിച്ച് ഞാൻ ശൂന്യനായി കടന്നു ചെന്ന യെരൂശലേമിന്റെ മതില് പോലെ, യെരൂശലേം ദേവാലയം പോലെ തകർന്ന് തീ വെച്ച് ശത്രു സകലവും നശിപ്പിച്ച എന്നെ ആ ദൈവം വചനം അയച്ച് സൗഖ്യമാക്കി കഴിഞ്ഞ 21 വർഷം എന്നെ ജീവനോടെ നിർത്തി. ആ ദേവാലയത്തിലേക്ക് ചെന്നപ്പോ തകർന്നവനാണെങ്കിലും തിരിച്ച് ഞാൻ കടന്നു വന്നപ്പോൾ ക്രിസ്തു ഉള്ളവനായി, അഭിഷേകമുള്ളവനായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ആ വിശ്വാസ ദൈവത്തെ സ്തുതിച്ച ഒരു വ്യക്തിയെ കണ്ടുമുട്ടി എന്നുള്ളതാണ് കഴിഞ്ഞത്തെ കാര്യം. ഒരു പെന്തക്കോസ്ത് ആരാധനയില്ല, 100-200 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റ് 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചർച്ചിലാണ്. എന്റെ ചർച്ചിൽ യാക്കോബായി 2000 സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ 10,000 കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉള്ള ആ വലിയ ദേവാലയത്തിൽ ഞാൻ വിട്ട് ഒരു പെന്തക്കോസ്ത് ആരാധനയിൽ കടന്നു നിന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇവിടെയാണ് ദൈവം വെളിപ്പെടുന്നെന്നുള്ള കാര്യം മനസ്സിലായി. ആ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, അന്ന് JTRS സാറായിരുന്നു, അവിടെ മരിച്ചുപോയ കർത്താവിന്റെ ദാസ, ഇന്നു മുതൽ നീ ജീവനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുള്ളൂ. കഴിഞ്ഞ 23 വർഷക്കാലമായി ആ സഭയാണ് എന്റെ മാതൃസഭ. ദൈവമക്കളെ, ഒരു വ്യക്തി ആശ്വസിപ്പിക്കുവാൻ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി നിൽപ്പാൻ ദൈവം എന്നെ. പുറകെ ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ ഇസ്രായേലിനെ, ഇദ്ദേഹത്തിന്റെ പേര് തന്നെ നെഹമ്യാവിന്റെ പുസ്തകം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ ഈ നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നെഹമ്യാവിന്റെ ഹൃദയത്തിൽ മൊത്തം യെരൂശലേമും അതിന്റെ അവസ്ഥയെ കുറിച്ച് നീറുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ ചിന്തയിലും തന്റെ ഇടപാടിലും നോട്ടത്തിലും തന്റെ തീരുമാനങ്ങളിലെല്ലാം അവിടെ മുഴുകി നിന്നത് യെരൂശലേമാണ്, യെരൂശലേമിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് യെരമ്യാവ് 15:5 യെരമ്യാവ് ചോദിച്ചു, അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ കണ്ട്, അന്നത്തെ ഇസ്രായേൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ കണ്ട് യെരമ്യാവിന്റെ പുസ്തകം 15:5 ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നും? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരുമെന്ന് അവരുടെ അന്നത്തെ അവസ്ഥ നോക്കി യെരമ്യാ പ്രവാചകൻ അവരോട് ചോദിച്ച ചോദ്യമാണ്. യെരമ്യാവിന് പോലും വിശ്വാസമില്ലായിരുന്നു ഈ ജനത്തെ ഉദ്ധരിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ ആര് കയറി വരും എന്നുള്ള വിശ്വാസം നെഹമ്യാവിനില്ലെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ ദൈവമക്കളെ, ദൈവം ഇസ്രായേലിന്റെ ആശ്വാസത്തിനു വേണ്ടി എഴുന്നേൽപ്പിച്ച വ്യക്തിയാണ് നെഹമ്യാവ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. നെഹമ്യാവിന്റെ പേര് തന്നെ ദൈവം ആശ്വസിപ്പിക്കുന്നവെന്നാണ്. ദൈവം ആശ്വസിപ്പിക്കുന്നവൻ, ദൈവത്തിനായി കാത്തിരിക്കുന്ന തന്റെ പിതാവ്, ദൈവസന്നെ പ്രാർത്ഥിക്കുന്ന പിതാവിന് ലഭിച്ച തലമുറ യെരൂശലേമിനെ, ഇസ്രായേലിനെ ആശ്വസിപ്പിക്കുന്നവനാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളെ, അടുത്ത തലമുറയിൽ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവദാസന്മാരെ, ദൈവമക്കളെ, തകർന്നതിനെ പണിയുവാൻ ദൈവം ആശ്വസിപ്പിക്കുവാൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. നമുക്ക് കഴിയാത്തതിനെ നമ്മുടെ തലമുറയിലൂടെ, നമുക്ക് കഴിയാത്തതിനെ നമ്മുടെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല. അടുത്ത തലമുറയിൽ തകർന്നു കിടക്കുന്നതിന്റെ ചിലതിനെ പണിയുവാൻ നമ്മെ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ തലമുറ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹൃദയത്തിൽ എന്താണ് നമ്മുടെ അവസ്ഥ, അതനുസരിച്ചാണ് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത്. ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്, ഹൃദയത്തിലെ വേദന എന്താണ്, അതനുസരിച്ചാണ് ദൈവമക്കളെ ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഇദ്ദേഹം ഇങ്ങനെ കരഞ്ഞ സമയം ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ജെറുസലേമായിരുന്നു. അതിന്റെ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ യഹൂദയിൽ ചില പുരുഷന്മാർ വന്ന് അവരോട് സഹോദരന്മാർ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ ചില പുരുഷന്മാർ തന്റെ അടുക്കൽ രാജസന്നിധി വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിന്റെ വിഷയമല്ല ചോദിച്ചത്, മറിച്ച്
ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ ഹല്ലേലൂയ, യെരൂശലേം തകർന്നു കിടക്കുന്ന യെരൂശലേമാണ്, തകർന്നും ബന്ധം കിടക്കുന്ന യെരൂശലേമാണ് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതിനവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കൾ, യെരൂശലേമിന്റെ അവസ്ഥ ഇതാണ്. അന്നത്തെ യെരൂശലേമിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്നത്തെ ആത്മീയ നിലവാരവും ആത്മീയതയും ശരിയായി സ്കാൻ ചെയ്താൽ ഏകദേശം ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമക്കളെ, സകലവും ശത്രു നശിപ്പിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശത്രു കയറി എന്ത് ചെയ്യുക? അമ്മാനമാടുകയാണ്. ദൈവത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ ആത്മാവിനോ സ്ഥാനമില്ല. ഹല്ലേലൂയ. ശത്രു സകലവും തകർത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിന് നടുവിൽ ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഇരുന്നു കരഞ്ഞു. ആദ്യം ദൈവങ്ങളെ, ചില വാർത്തകളൊക്കെ കേട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് കരയാനേ പറ്റത്തുള്ളൂ. ദൈവമക്കൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നാൾ കരഞ്ഞെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ആ കരച്ചില് പരസ്യമായ കരച്ചിലല്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ താൻ രഹസ്യത്തിൽ കരഞ്ഞു. രഹസ്യത്തിൽ കരയുന്നവനെയാ ദൈവം പരസ്യമായി മതിൽ കെട്ടുവാൻ ദൈവം ഉപയോഗിക്കുന്നുള്ളവരെ നാം മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം രഹസ്യത്തിൽ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവമക്കളെ, പരസ്യമായി നമ്മളെ ഒരു സ്ഥലത്ത് കണ്ടില്ലെങ്കിലും, പരസ്യമായ ഒരു സ്ഥലത്ത് നമ്മുടെ പോസ്റ്റ് കണ്ടില്ലെങ്കിലും, രഹസ്യത്തിൽ കാണുന്നവനെയാണ് ഹല്ലേലൂയ മതിൽ കെട്ടുവാൻ ദൈവം അന്ന് ഇന്ന് ഉപയോഗിക്കുന്നുള്ളവരെ നാം മനസ്സിലാക്കണം. നമ്മുടെ കരച്ചിലുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കരയാൻ ഒരു കാലം, ദുഃഖിക്കാൻ ഒരു കാലം, ഉപവസിക്കുവാൻ ഒരു കാലം, പ്രാർത്ഥിക്കുവാൻ ഒരു കാലമുണ്ട്. ദൈവമക്കളെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, കരയേണ്ട സമയത്ത് കരയണം, ഹല്ലേലൂയ. ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം. ഇന്ന് പകൽക്കാലം അല്ലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കളെ, എന്നും കരച്ചില കൊണ്ട് ജീവിതം കഴിയുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. എന്നും നിരാശ കൊണ്ട് തീരുവാനല്ല ദൈവം ഹല്ലേലൂയ നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം പിന്നീട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്ത സ്റ്റെപ്പിലോട്ടാണ് പ്രവർത്തനം. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കരഞ്ഞ വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ, പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം വലിയൊരു വിശാലമായ ഒരു വാതിലുണ്ടാക്കുന്നുവെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാല പ്രവചനാത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന വെറുതാവല്ല. രഹസ്യത്തിൽ കാണുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അടുത്ത ദിവസങ്ങളിൽ ദൂതനെ അയക്കുന്നു എന്നുള്ള കാര്യം നാം പല വിശ്വാസത്താൽ നമ്മൾ കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ ഒറ്റ കാര്യം പറഞ്ഞു. എന്റെ സമയം ചുരുക്കമുള്ളവരോട് പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് വെറുതെ സംഭവിച്ചതല്ല. ഇത് നെബൂഖദ്നേസർ വന്ന് ഞങ്ങളെ തീ വെച്ച് ദേവാലയം ചുട്ടുകളഞ്ഞത് ഹല്ലേലൂയ നെബൂഖദ്നേസർ കഴിവുള്ളവരുണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ ദൈവത്തോട് പാപം ചെയ്യുന്നു. ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്യാതെ വണ്ണം ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് നീതി പുലർത്തിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു നെബൂഖദ്നേസറും ഞങ്ങളെ തൊടുവാൻ കഴിയത്തില്ലായിരുന്നു എന്ന് നെഹമ്യാവിന് നല്ല ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ദൈവമക്കളെ, യേശു പറഞ്ഞു, നിങ്ങളുടെ തലയില് മുടിയല്ലേ എണ്ണപ്പെട്ടിരിക്കുന്നു. ഒന്ന് നിലത്ത് വീണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അറിയാതെ നിലത്ത് വീഴത്തില്ലെന്ന ദൈവത്തിന്റെ വചനം. ദൈവമക്കളെ, എന്നാൽ പല സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. യെരൂശലേമിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം യെരൂശലേമിൽ പാർക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തോട് കാണിച്ച അവിശ്വസ്തതയാണെന്ന് ഹല്ലേലൂയ താൻ ഉൾപ്പെടെയുള്ള പ്രതിഭവനത്തിനും അതിനൊരു സ്ഥാനമുണ്ടെന്ന് പ്രാഥമികമായിട്ട് താൻ അംഗീകരിക്കുകയാണ് ദൈവം. ക്രൈസ്തവോ അല്ലാതെ മറ്റൊരു മനുഷ്യനെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തകർച്ച വരുന്നതിന്റെ കാരണം അത് എന്റെ ജീവിതത്തിലെ കുറവ് കൊണ്ടാണെന്ന് ആര് സമ്മതിക്കുന്നുവോ അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. ഇവിടെ പറയാണ്, സ്വർഗത്തിലെ ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. സ്വർഗം എന്ന ഒരു വിഷയം യെരമ്യാവിന്റെ പുസ്തകത്തിലെ പ്രധാന പ്രതിഭാഷ സ്വർഗം. അവിടെ അവൻ മതിൽ പണിയുന്നു കേട്ടപ്പോ സൽബത്തും തോബിയാവും ഒക്കെ പലവിധമായ ഭീഷണികൾ വന്നു. ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഹല്ലേലൂയ, ഒരു ദിവസം കൊണ്ട് ഇത് പണിയുമോ? അവർ കോപിച്ചു. അവര് ഈ ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ അവന്റെ സഹോദരന്മാര് കേൾക്കപ്പറഞ്ഞു. അങ്ങനെ വെല്ലുവിളിയുടെ നടുവിൽ പല ചോദ്യങ്ങൾ യെരമ്യാവിന്റെ ജീവിതത്തിൽ ഉയർന്നെങ്കിലും യെരമ്യാവ് എല്ലാറ്റിനും മറുപടി പറഞ്ഞില്ല. മറിച്ച് ഒരൊറ്റ മറുപടിയാ പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എല്ലാ ചോദ്യങ്ങൾക്കും അത് ഒറ്റ മറുപടിയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക്
ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പോകണ്ട. ഒറ്റ എന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കും, കർത്താവ് എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും എന്നുള്ള ഒറ്റ ചോദ്യത്തിനകത്ത് സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഇന്ന് പകൽക്കാലം നീ കരയുന്ന വിഷയത്തിന് കർത്താവ് യഹോവ ഇരയാണ്, ദൈവം കരുതുന്ന ദൈവമാണ്. നീ കരയുന്ന നിന്റെ രോഗത്തിന് വേണ്ടി യഹോവ സൗഖ്യമാക്കുന്ന യഹോവ റാഫയാണ്, യഹോവ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമുക്ക് ഒന്നര പേരില്ല, ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം തന്ന നാസറനായ യേശുവിന്റെ നാമമാണ് അല്ലെങ്കിൽ നമുക്ക് ബലമുള്ള ഗോവൻ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. തന്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്താൽ, അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഹല്ലേലൂയ വാണിംഗ് തരും. വാണിങ്ങിന് അയച്ച പ്രവാചകന്മാരെ അവരെന്ത് ചെയ്തു? അവര് കളഞ്ഞു. വാണിങ്ങിന് വിട്ട പ്രവാചകന്മാരെ ഹല്ലേലൂയ അധിക്ഷേപിച്ചാലും അവരെ കൊന്നുകളഞ്ഞാലും അവരുടെ വായിൽ നിന്ന് വെളിപ്പെട്ട ദൈവവചനമുണ്ട് ദൈവമക്കൾ. അതിനെ കൊല്ലുവാൻ ലോകത്തിന്റെ പുറപ്പെട്ട ദൈവത്തിന്റെ വചനം അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയി ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ചിലർ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല ദൈവമക്കളെ. ആ ദൂത് അവരെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നന്മയായിട്ട് തീരും, അല്ലെങ്കിൽ തിന്മയായി അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോകുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയി. അതും ദൈവത്തോട് കാണിച്ച മത്സരം. ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, അത് മോശയുടെ ന്യായപ്രമാണത്തിൽ നല്ല അറിവുള്ള വ്യക്തിയായി അദ്ദേഹം പറഞ്ഞു. നമുക്ക് ആവർത്തന പുസ്തകം 30:1-4 നമ്മൾ വായിക്കുമ്പോ നമുക്ക് ഇപ്രകാരം നമുക്ക് അവിടെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. അടുത്ത വാക്യം, നിന്റെ പിതാക്കന്മാർക്ക് കൈവശமான ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. പറയുകയാണല്ലോ ഇവിടെ പറയാണ്, അവിടെ പ്രാർത്ഥിച്ചപ്പം പറയാണ്, മോശയുടെ ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർത്തിട്ട് പറഞ്ഞു, ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ പരാജയവും തകർച്ചയും വന്നാലും ആ തകർച്ചയിൽ അല്ലെങ്കിൽ ഇല്ലാതായി പോകാൻ ദൈവം സമ്മതിക്കുന്നില്ല. കാരണം ഒരു മനസ്സ് ഹൃദയംഗമായ ഒരു സമർപ്പണം സമർപ്പിച്ചാൽ ഏത് അറ്റം വരെ പോയാലും ഇനി മുൻപോട്ട് പോകാൻ ഒരു സ്റ്റെപ്പില്ല, മുൻപോട്ട് പോകാൻ ഒരു ശക്തിയില്ല, മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ലോകവും വൈദ്യശാസ്ത്രവും അല്ലെങ്കിൽ അകവും കുറയും നമുക്ക് വിരോധമായി എഴുത്തെഴുതിയാലും അവിടെ നിന്ന് നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം ആ സ്ഥിതിയെ ദൈവം മാറ്റി മടക്കി വരുത്തി നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാമെന്ന് ഒരു വാഗ്ദത്തം വീണ്ടെടുക്കപ്പെട്ട ദൈവമൊക്കെ മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, പ്രവാസത്തിൽ പോയാൽ മടങ്ങി വന്നവരാരും മടങ്ങി വന്നില്ല. പ്രവാസത്തിൽ മടങ്ങി വന്നവർ ഒറ്റ കൂട്ടുകൊള്ളൂ, അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം ഈ വചനം കൈമാറുമ്പോ നിന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ തകർന്നു കിടക്കുന്നത്, ഏത് മേഖലയിലാണോ നിനക്ക് നിരാശപ്പെടുത്തുന്നത്, നിന്റെ ആരോഗ്യത്തിന്റെ വിഷയത്തിലാണോ, നിന്റെ സമ്പത്തിന്റെ വിഷയത്തിലാണോ, നിന്റെ തലമുറയുടെ വിഷയത്തിലാണോ, ഏത് അറ്റം വരെ തകർന്നു പോയാലും ദൈവമക്കൾ നിന്റെ പ്രാർത്ഥന വിഫലമല്ല. നിന്റെ പാവം ഏറ്റു പറഞ്ഞ് സ്ഥാനപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മടക്കി വരുത്തി നഷ്ടപ്പെട്ടതിനെ കരത്തിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് വാഗ്ദത്തം ചെയ്ത ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ദൈവമക്കളെ. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് മതിൽപ്പണിയുടെ ഹല്ലേലൂയ ആരംഭം കുറിച്ചു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന വ്രതമല്ല ദൈവമക്കളെ. നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നെഹമ്യാവിന്റെ ഒരു വാക്കും കൂടെ പറഞ്ഞു, ഏകദേശം എന്റെ സമയം തീർന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒറ്റ വാക്കും കൂടെ പറയാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മതിൽ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ, ഇദ്ദേഹം മതിൽ പണിയാൻ തുടങ്ങിയപ്പോ പലരും അകത്തുനിന്ന് പ്രശ്നമുണ്ടായി. ഇവൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നു, ഇവന്റെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്, ഇവന്റെ പേര് പ്രശസ്തിയാകാനാണ് എന്ന് എന്ത് ചെയ്തു? അകത്തുനിന്ന് പുറത്തുമുള്ളവർ എന്ത് ചെയ്തു? കുത്തിത്തിരിപ്പ് നടത്തിയപ്പോൾ നെഹമ്യാവ് പറഞ്ഞൊരു വാക്യം കൂടെ വായിച്ച ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ നെഹമ്യാവിന്റെ 4:14 വായിച്ചു. ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കണ്ട, വലിയവനും ഭയങ്കരമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും
ഭാര്യമാർക്കും വീടുകൾക്ക് വേണ്ടി പൊരുതുവിനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നെഹമ്യാവിന് വേണ്ടി അല്ല പൊരുതുന്നത്, ഈ പ്രാർത്ഥന ലീഡിയെന്നവർക്കല്ല പോരുന്നത്. അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ അവകാശങ്ങളെ കൂടെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥനയിൽ പോരാടുന്നുള്ള കാര്യം നെഹമ്യാവ് വിളിച്ചു പറയുകയാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇനിയുള്ള പ്രാർത്ഥന നമുക്കുള്ളത് നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഇതൊരു യുദ്ധമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ആ യുദ്ധത്തിനൊടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവമാണ്. ചിതറിച്ചതിനെ തിരിച്ചു കൊടുക്കുന്ന ദൈവമാണ്. ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ദൈവമഹത്വം വെളിപ്പെടുന്ന ഹല്ലേലൂയ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഇത് ദീനമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ദൈവമക്കളെ, അദ്ദേഹം 52 ദിവസം കൊണ്ട് താൻ മതിരിപ്പാണ്. ദൈവമക്കളെ, കാര്യങ്ങളുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയ നെഹമ്യാവിനെ തടയുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ദൈവം സമർപ്പിക്കാം. നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിന്റെ പ്രാർത്ഥന അല്ലെ തടയുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ചില ചോദ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചിലരിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. അത് ഹല്ലേലൂയ, നിന്നെ ആക്കേണ്ട സ്ഥാനത്ത് നിന്നിലുള്ള ശുശ്രൂഷ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് തോബിയാവും ഹല്ലേലൂയ സൽഭത്തുമല്ല, മറിച്ച് നിന്നെ അയച്ച സ്വർഗത്തിലെ ദൈവമാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കിക്കോളും. ആ വചനത്തിന് മുമ്പാകെ നമുക്ക് പൊരുതാം, നമുക്കുള്ളതിനെ പിടിക്കാം, നമ്മുടെ ദേശത്തെ മതിൽക്കാക്കാം, നമുക്കുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് നിർത്താം, അവരെ ആശ്വസിപ്പിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഹല്ലേലൂയ. ആ വരവിനായി നമുക്ക് ഒരുങ്ങാം. എനിക്ക് അവസരം തന്ന കർത്തദാസനോടുള്ള എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുക.